നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 15 തവണ കിരീടം നേടിയ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു ചുണ്ടനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ 5ാം വിജയത്തിനിറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കാരിച്ചാലിൽ തുഴയെറിയുന്നത്. പരിചയസമ്പന്നരും യുവനിരയും ഒത്തുചേരുമ്പോൾ പുന്നമടക്കാലിൽ തീ പാറുമെന്ന് ഉറപ്പ്. വിജയചരിത്രമെടുത്താൽ കാരിച്ചാലിനൊപ്പം എത്തില്ല ഇപ്പോഴുള്ള ഒരു ചുണ്ടനും. ഇരട്ട ഹാട്രിക് അടക്കം 15 കിരീടങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ, ജലരാജാക്കന്മാരിലെ രാജാവ്. അങ്ങനെ കാരിച്ചാലിന്റെ പെരുമകൾ അനവധിയാണ്. കാരിച്ചാലിൻ്റെ വിജയചരിത്രം എന്ന് പറയുമ്പോൾ 15 നെഹ്റു ട്രോഫിയാണ് കാരിച്ചാലിൻ്റെ പേരിലുള്ളത്. ഇപ്പം ഈ വർഷത്തെ 2024 നെഹ്റു ട്രോഫിയോട് എടുത്തു കഴിയുമ്പോൾ 16 വർഷത്തെ ട്രോഫി നേടിയ ചരിത്രമാണ് കാരിച്ചാലിന് എഴുതി ചേർക്കാനുള്ളത്. ഒടുവിൽ 2016 കിരീടത്തിന് ശേഷം കാരിച്ചാൽ പലതവണ പുന്നമടയിൽ പരാജയം കണ്ടു. 8 വർഷങ്ങൾക്കിപ്പുറം ആ കണക്ക് വീട്ടാൻ കൂടിയാണ് കാരിച്ചാലിന്റെ വരവ്. നിലവിലെ ജേതാക്കളായ പള്ളാത്തുരുത്തി ക്ലബിന്റെ കൈക്കരുത്താണ് കാരിച്ചാലിന്റെ ശക്തി. ഇന്ന് ഓളപ്പരപ്പിൽ ഇത്രയും ആവേശമുള്ള ഇത്രയും ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. അത്രത്തോളം ജനഹൃദയങ്ങൾ കീഴടക്കിയ പള്ളാത്തുരുത്തിയുടെ അഭിമാനമാണ് ഞങ്ങളുടെ ഈ ബോട്ട് ക്ലബ്ബ്. ഇത്തവണ ഞങ്ങൾ നെഹ്റു ട്രോഫിയിൽ വളരെ വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് ഞങ്ങൾ വിജയം ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കാരിച്ചാലും നടുഭാഗവും വീയപുരവും ചമ്പക്കുളവും അടക്കം എണ്ണം പറഞ്ഞ ചുണ്ടനുകൾ മാസങ്ങൾ നീണ്ട ചോര നീരാക്കിയ കഠിനാധ്വാനത്തിനൊടുവിൽ ലക്ഷ്യം ഒന്നു മാത്രം. അത് ഫിനിഷിംഗ് പോയിന്റിലെ നെഹ്റു ട്രോഫിയാണ്. നാളെ ബോട്ട് ക്ലബ്ബുകൾ അണിയിച്ചൊരുക്കുന്നത് കേവലം ചുണ്ടന്മാരെ മാത്രമല്ല, ഓളപ്പരപ്പിൽ ചീറിപ്പായുന്ന ജലജെറ്റുകൾ. പള്ളാത്തുരുത്തി ക്ലബിന്റെ ചിറകിലേറി കാരിരുമ്പിന്റെ കരുത്തുമായാണ് ഇക്കുറി കാരിച്ചാലിന്റെ വരവ്. ഓളപ്പരപ്പുകളെ കീറിയുള്ള പുന്നമട പൂരത്തിൽ കാരിച്ചാൽ വാഴുമോ വീഴുമോ എന്നതാണ് വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.